ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC പാഠശാല. രഞ്ജിത്ത് ഹിയർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് ആ ഒരു വിഭാഗത്തിലെ മറ്റൊരു ലെക്ചറാണിത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അവയിൽ നിന്നുമുള്ള ചില സെലക്ടഡ് ക്വസ്റ്റ്യൻസുമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അടിസ്ഥാന അളവുകളുടെ SI യൂണിറ്റുകളിൽ പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അടിസ്ഥാന അളവുകളുടെ SI യൂണിറ്റുകളിൽ പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ കിലോഗ്രാം, മോൾ, കാൻഡില ഇവയെല്ലാം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഓക്കെ, സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇവയെല്ലാം എന്നുള്ളതാണ്. കാരണം കിലോഗ്രാം, മോൾ, കാൻഡില ഇവയെല്ലാം തന്നെ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളിൽ പെടുന്നതാണ്, അതായത് അടിസ്ഥാന യൂണിറ്റുകളിൽ പെടുന്നതാണ്. അടിസ്ഥാന അളവുകളും യൂണിറ്റുകളും വളരെ വ്യക്തമായി പഠിച്ചിരിക്കേണ്ട ഒരു വിഭാഗമാണ്. അതായത് 7 അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളും സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റുകളാണ്. നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. പിണ്ഡം, മാസ്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. സമയത്തിൻ്റേത് സെക്കൻഡാണ്. ഊഷ്മാവിൻ്റെ യൂണിറ്റ് കെൽവിനാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത അളക്കുന്നത് ആംബിയറിലാണ്. പ്രകാശ തീവ്രത അളക്കുന്നതിന് വേണ്ടിയുള്ള യൂണിറ്റാണ് കാൻഡില എന്നുള്ളത്. അതുപോലെ പദാർത്ഥത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അത് അളക്കുന്നതിനുള്ള യൂണിറ്റാണ് മോൾ എന്നുള്ളത്. ഓക്കെ, സോ ഇതെല്ലാം തന്നെ സിസ്റ്റം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ SI യൂണിറ്റുകളിൽ പെടുന്നവയാണ്. സോ ഈ 7 SI യൂണിറ്റുകൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അത്യന്തം താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ പ്ലാസ്മ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലോൺ പ്ലാസ്മ ഇവയൊന്നുമല്ല എന്നിങ്ങനെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഓക്കെ, അതായത് താഴ്ന്ന ഊഷ്മാവിൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നത്. ദ്രവ്യത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. വളരെ ക്ലാസിക്കലായിട്ടുള്ള സ്റ്റേറ്റുകളായിട്ടുള്ള ഖരം, ദ്രാവകം, വാതകം ഇത്തരത്തിലുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള അതായത് എക്സ്ട്രീം കണ്ടീഷൻസിലുള്ള ചില അവസ്ഥകളാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റും അതുപോലെ തന്നെ ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ ഇവയെല്ലാം തന്നെ. വളരെ വ്യക്തമായിട്ട് ഈ കണ്ടീഷൻസിനെ കുറിച്ചുള്ള ബേസിക് ആയ കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന പ്ലാസ്മ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയായിരിക്കാം. അതായത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത്. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ കേന്ദ്രഭാഗത്തൊക്കെ കാണപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അത്യന്തം ഉയർന്ന ഒരു ഊഷ്മാവിലുള്ള അവസ്ഥയാണ്. സമാന രീതിയിൽ തന്നെ ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ ഇതും യഥാർത്ഥത്തിൽ വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ്. എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സദിശ അളവിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ത്വരണം, പ്രവൃത്തി, വേഗത ഇവയെല്ലാം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ത്വരണമാണ്. ഓക്കെ, സോ അളവുകളെ നമുക്ക് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റീസ്, അതായത് ദിശ കൂടി ചേർത്ത് പറയുന്ന അളവുകളെയാണ് നമ്മൾ സദിശ അളവുകൾ എന്ന് പറയുക. പ്രവേഗം, അതുപോലെ തന്നെ ത്വരണം, സ്ഥാനാന്തരം ഇവയെല്ലാം തന്നെ എക്സാമ്പിൾസ് ആണ്. ഇനി ദിശ ചേർത്ത് പറയാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുന്ന അളവുകൾ അവയാണ് നമ്മൾ അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. സമയം, പിണ്ഡം, വിസ്തീർണം ഇവയെല്ലാം തന്നെ അദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡലിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽ നൽകിയിരിക്കുന്നതിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ജോർജ് സ്വിഗ്, ലിയോൺ ലിഡർമാൻ, പോൾ ഡിറാക്, ജോർജ് മുറെ എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ജോർജ് സ്വിഗ് ആണ്. അതായത് ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ 2 പേരാണ് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. മുറെ ജെൽമാനും ജോർജ് സ്വിഗുമാണ്. ഓക്കെ, മുറെ ജെൽമാൻ അതുപോലെ ജോർജ് സ്വിഗ് എന്നിവരാണ് ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടെത്തിയത്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് എന്നത്. എനിവേ ക്വാർക്ക് മോഡലിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ ഇതിൻ്റെ റൈറ്റ് ആൻസർ ജോർജ് സ്വിഗ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നീളത്തിൻ്റെ യൂണിറ്റുകളിൽ പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ മൈക്രോമീറ്റർ, ആങ്സ്ട്രോം, പാഴ്സെക് ഇവയെല്ലാം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ്. കാരണം മൈക്രോമീറ്ററും ആങ്സ്ട്രോവും പാഴ്സെക്കും ഇവയെല്ലാം തന്നെ ബേസിക്കലി ലെങ്ത്തിൻ്റെ യൂണിറ്റുകളിൽ പെടുന്നവയാണ്. ഓക്കെ, ആദ്യത്തെ നൽകിയിരിക്കുന്ന 2 ഓപ്ഷൻസ് മൈക്രോമീറ്ററും അതുപോലെ തന്നെ ആങ്സ്ട്രോവും തീരെ ചെറിയ അളവുകൾ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലെങ്ത്തിൻ്റെ യൂണിറ്റുകളാണ്. പാഴ്സെക് എന്നത് ലെങ്ത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റുകളിൽ ഒന്നാണ്. അതായത് ആസ്ട്രോണോമിക്കൽ ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ദൂരമൊക്കെ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ പ്രവൃത്തിയുടെ അളവ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, 10 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ 2 മീറ്റർ സ്ഥാനാന്തരം വരുന്നുവെങ്കിൽ പ്രവൃത്തിയുടെ അളവ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഇതിന്റെ റൈറ്റ് ആൻസർ 20 ന്യൂട്ടൺ മീറ്റർ ആണ്. അതായത് വർക്ക് അഥവാ W is equal to F into S എന്നുള്ളതാണ് ഇതിന്റെ ഇക്വേഷൻ. അതായത് പ്രയോഗിച്ച ആ ബലത്തെ ആ ബലം പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ സ്ഥാനാന്തരവുമായിട്ട് ഗുണിക്കുകയാണെങ്കിൽ പ്രവൃത്തിയുടെ അളവ് ലഭിക്കും. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ എന്ന് നമ്മൾ പറയും. സോ 20 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഊർജ്ജത്തിന്റെ യൂണിറ്റിൽ പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസിൽ ന്യൂട്ടൺ, എർഗ്, ഫാഥം ഇവയൊന്നുമല്ല എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി എർഗ് ആണ്. ഓക്കെ, എർഗ് എന്നത് യഥാർത്ഥത്തിൽ ഊർജ്ജത്തിന്റെ ഒരു CGS യൂണിറ്റ് ആണ്. വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. മുൻകാലത്ത് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവുമാണിത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുന്നുവെങ്കിൽ അതിന്റെ ഗതികോർജ്ജം എത്രയാകും എന്നുള്ളതാണ് ചോദ്യം. ഒരു വസ്തുവിന്റെ, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുന്നു, അങ്ങനെയാണെങ്കിൽ ഗതികോർജ്ജത്തിൽ വരുന്ന മാറ്റം എത്രയായിരിക്കും എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും എന്നുള്ളതാണ്. ഓക്കെ, സോ ബേസിക്കലി ഗതികോർജ്ജം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ½ mv² ആണ്. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ mv² ആണ്. m എന്നുള്ളത് മാസാണ്, v എന്നുള്ളതാണ് അതിന്റെ പ്രവേഗം എന്ന് പറയുന്നത്. സോ ഈ v ആണ് ഇവിടെ ഡബിൾ ചെയ്യപ്പെടുന്നത്. സോ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ v എന്നുള്ളതിന് പകരമായിട്ട് 2v അതിന്റെ സ്ക്വയർ ആണ് വരിക. സോ സ്വാഭാവികമായിട്ടും ആ 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ഫലത്തിൽ 4 ഇരട്ടിയായിട്ടാണ് മാറുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ഹെർട്സ്, ഹെൻറി, ഫാരഡ്, വെബർ എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ഹെൻറി ആണ്. ഓക്കെ, ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി ആണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഹെർട്സ് എന്നുള്ളത് ആവൃത്തിയുടെ യൂണിറ്റ് ആണ്. ഫാരഡ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. വെബർ എന്നുള്ളത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, സോ ബേസിക്കലി ഇത്തരത്തിലുള്ള അളവുകളും അവയുടെ യൂണിറ്റുകളും വളരെ വ്യക്തമായി തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു വിഭാഗമാണ്. വളരെ ഡയറക്റ്റ് ആയി തന്നെ സിലബസിൽ മെൻഷൻ ഉള്ള ഒരു ഭാഗവുമാണ്. എനിവേ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ പ്രകാശോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു, പ്രകാശോർജ്ജം രാസോർജ്ജമാകുന്നു, രാസോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു എന്നൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശമാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലാണ് കെമിക്കൽ എനർജി ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ മർദ്ദത്തിന്റെ യൂണിറ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ പാസ്കൽ, ബാൾ, ടോൾ ഇവയെല്ലാം എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ഇവയെല്ലാം എന്നുള്ളതാണ്. പാസ്കൽ ബേസിക്കലി മർദ്ദത്തിന്റെ SI യൂണിറ്റ് ആണ്. ബാൾ, ടോൾ ഇവയെല്ലാം തന്നെ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളാണ്. ഓക്കെ, സോ എനിവേ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ്രാവകങ്ങളിൽ നടക്കുന്ന താപപ്രസരണ രീതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ചാലനം, സംവഹനം, വികിരണം ഇവയൊന്നുമല്ല എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇതിന്റെ റൈറ്റ് ആൻസർ സംവഹനമാണ്. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ട താപപ്രസരണ രീതികളാണ് ഇവ മൂന്നെണ്ണവും. ചാലനം അഥവാ കണ്ടക്ഷൻ, സംവഹനം അഥവാ കൺവെക്ഷൻ, വികിരണം അഥവാ റേഡിയേഷൻ. വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ്. സാധാരണ ഖരപദാർത്ഥങ്ങളിലൊക്കെ താപം പ്രസരിക്കുന്ന ആ ഒരു രീതിയാണ് ചാലനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംവഹനം എന്നുള്ളത് ദ്രാവകങ്ങളിലും അതുപോലെ തന്നെ വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതിയാണ്. ഓക്കെ, അതായത് യഥാർത്ഥത്തിൽ തന്മാത്രകളുടെ ചലനം കൊണ്ട് തന്നെ ഉണ്ടാവുന്ന, ആ ചലനം മൂലം തന്നെ ഉണ്ടാവുന്ന ഒരു താപപ്രസരണ രീതിയാണ് യഥാർത്ഥത്തിൽ സംവഹനം എന്ന് പറയുന്നത്. വികിരണം അഥവാ റേഡിയേഷൻ എന്നത് ഒരു മാധ്യമത്തിൻ്റെ ഒന്നും സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്ന അത് വികിരണം എന്ന കാറ്റഗറിയിൽ നമ്മൾക്ക് പെടുത്താവുന്നതാണ്. എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം ഉള്ള താപനില ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ 0 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, 10 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ് എന്നത്. സോ ഇതിന് കാരണമാകുന്നത് ജലത്തിൻ്റെ അസാധാരണ വികാസം അല്ലെങ്കിൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന ഒരു പ്രതിഭാസം കൊണ്ടാണ്. അതായത് സാധാരണ താപനിലയിലുള്ള ജലം തണുപ്പിക്കുമ്പോൾ മറ്റ് പദാർത്ഥങ്ങളിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെ അത് സങ്കോചിച്ചു വരും. എന്നാൽ 4 ഡിഗ്രി എന്ന ഒരു പോയിന്റ് എത്തിയതിന് ശേഷം അതിനുശേഷം ഇത് സങ്കോചിക്കുന്നതിന് പകരം വികസിക്കാനാണ് തുടങ്ങുക. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറയുക. അതായത് മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ 4 ഡിഗ്രിയിൽ നിന്നും 0 ഡിഗ്രിയിലേക്ക് വരുന്ന ആ ഒരു ഘട്ടത്തിൽ ജലത്തിനുണ്ടാവുന്ന ആ പ്രതിഭാസമാണ്. ഇതിനെയാണ് നമ്മൾ അസാധാരണ വികാസം എന്ന് പറയുക. സോ അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിൽ സങ്കോചിച്ച് ഏറ്റവും കുറഞ്ഞ വ്യാപ്തത്തിൽ ജലം എത്തുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മർദ്ദം കൂടുമ്പോൾ ദ്രാവകത്തിന്റെ തിളനിലയ്ക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം.
കുറയുന്നു, കൂടുന്നു, പകുതിയാകുന്നു, മാറ്റമുണ്ടാവുന്നില്ല എന്നൊക്കെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കൂടുന്നു എന്നുള്ളതാണ്. ഓക്കെ, മർദ്ദം കൂടുന്തോറും ദ്രാവകത്തിൻ്റെ തിളനില വർദ്ധിക്കുകയാണ് ചെയ്യുക. പ്രഷർ കുക്കേഴ്സിലൊക്കെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, എനിവേ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മഴക്കാലത്ത് ചുമരുകളിൽ നനവ് പടരുന്നതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം ഏത് എന്നുള്ളതാണ് ചോദ്യം. കേശികത്വം, വ്യാപനം, ഉത്പതനം, ശ്യാനബലം എന്നൊക്കെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ കേശികത്വമാണ്. ഓക്കെ, കേശികത്വം അഥവാ കാപ്പിലറി റൈസ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ മഴക്കാലത്ത് ഇത്തരത്തിൽ ചുമരുകളിൽ നനവ് പടരുന്നത്. വളരെ വ്യക്തമായി പഠിച്ചിരിക്കേണ്ട വസ്തുതകളാണ് കാപ്പിലാരിറ്റി, അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ തുടങ്ങിയ കോൺസെപ്റ്റുകളെല്ലാം തന്നെ. അവയുടെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. ഓക്കെ, എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. PSCയുടെ ഒരു മുൻകാല ചോദ്യവുമാണിത്. ഓപ്ഷൻസിൽ ഹൈഡ്രോമീറ്റർ, മാനോമീറ്റർ, പൈറോമീറ്റർ എന്നൊക്കെ നൽകിയിരിക്കുന്നു. റൈറ്റ് ആൻസർ ഹൈഗ്രോമീറ്റർ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അതായത് അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കുന്നതിന് വേണ്ടിയാണ് ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ഹൈഡ്രോമീറ്ററുമായിട്ട് ഇതിനെ കൺഫ്യൂഷൻ വരരുത്. ദ്രാവകങ്ങളുടെയൊക്കെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് വേണ്ടിയാണ് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആപേക്ഷിക ആർദ്രതയാണ്. അതുപോലെ തന്നെ മാനോമീറ്റർ യഥാർത്ഥത്തിൽ ഗ്യാസസിൻ്റെ പ്രഷർ, അതായത് വാതകമർദ്ദം അളക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പൈറോമീറ്റർ എന്നത് ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടി, വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഓക്കെ, എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ആക്കിയതിന് ശേഷവും അല്പസമയം കൂടി കറങ്ങുന്നു. ഇതിന് കാരണമായിട്ടുള്ള വസ്തുത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ചലനജഡത്വം, അഭികേന്ദ്രബലം, നിശ്ചല ജഡത്വം, ഘർഷണം എന്നൊക്കെ നൽകിയിരിക്കുന്നു. ഇതും PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ചലന ജഡത്വമാണ്. അതായത് നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ ആ ഒരു സമചലനത്തിലോ തുടരാനുള്ള ആ വസ്തുക്കളുടെ ടെൻഡൻസിയാണ് നമ്മൾ ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയുന്നത്. സോ ചലനാവസ്ഥയിൽ തുടരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ചലന ജഡത്വമെന്നും നിശ്ചലാവസ്ഥയിൽ തുടരുന്നതിന് നിശ്ചല ജഡത്വം എന്നും പറയുന്നു. സോ ഇവിടെ നൽകിയിരിക്കുന്നത് ഫാൻ ഓഫാക്കിയതിന് ശേഷവും ആ ചലനത്തിൽ തുടരാനുള്ള അതിൻ്റെ ആ ഒരു ടെൻഡൻസിയാണ് ഇങ്ങനെ കറങ്ങുന്നതിനുള്ള ആ ഒരു കാരണമെന്ന് പറയുന്നത്. സോ അതിൻ്റെ ഓപ്ഷൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പുനഃസ്ഥാപിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻസിൽ കൽക്കരി, പെട്രോളിയം, ബയോഗ്യാസ് ഇവയൊന്നുമല്ല എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഓഫ് കോഴ്സ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ബയോഗ്യാസ് ആണ്. ഓക്കെ, അതായത് പുനഃസ്ഥാപിക്കാവുന്ന അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ബയോഗ്യാസ് എന്നത്. കൽക്കരി, പെട്രോളിയം ഇവയെല്ലാം തന്നെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്, അതായത് പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ വോൾട്ട്, വാട്ട്, ആംബിയർ ഇവയൊന്നുമല്ല എന്നിങ്ങനെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ വോൾട്ട് ആണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. വാട്ട് എന്നുള്ളത് പവറിൻ്റെ യൂണിറ്റ് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. ആംബിയർ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയായിരിക്കാം. കറണ്ട് അളക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ വൈദ്യുതപ്രവാഹ തീവ്രത അത് അളക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ആംബിയർ എന്നത്. എനിവേ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ ഗാൽവനിക് സെൽ, ഇലക്ട്രോലിറ്റിക് സെൽ, ലെഡ് സ്റ്റോറേജ് സെൽ ഇവയെല്ലാം എന്നിങ്ങനെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇലക്ട്രോലിറ്റിക് സെൽ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇലക്ട്രോലിറ്റിക് സെൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്നത് തന്നെയാണ്. അതായത് വൈദ്യുതി ഉപയോഗിച്ചാണ് കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ ഡീകമ്പോസിഷൻ അവിടെ നടക്കുന്നത്. സോ ഫലത്തിൽ വൈദ്യുതോർജ്ജത്തെ ഉപയോഗിച്ചാണ് രാസോർജ്ജം നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഇലക്ട്രോലിറ്റിക് സെൽ ആണ്. യെസ്, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫിസിക്സിൽ നിന്നും നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ് ഈ ഒരു ലെക്ചറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദ്രവ്യം, അതിൻ്റെ വിവിധ അവസ്ഥകൾ, ചില അളവുകൾ, യൂണിറ്റുകൾ, ഊർജ്ജം, പ്രവൃത്തി, ബലം ഇവയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ, താപവും ഊഷ്മാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ്. ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇവയുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന SCERT പാഠഭാഗങ്ങൾ വളരെ വ്യക്തമായി വായിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. അവിടെ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എനിവേ ഈ വസ്തുതകളെല്ലാം വളരെ വ്യക്തമായി കവർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ PSC പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭ്യമാവും. ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സ് അതുപോലെ PDFs ഇതെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനൽ വഴി ആയിരിക്കും ഷെയർ ചെയ്യുക. സോ PSC പാഠശാല യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.